അതിനിടയിൽ കോൺഗ്രസിൽ ചേർന്നേക്കുന്ന അഭ്യൂഹങ്ങൾക്കിടെ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറും ഇന്ന് കോൺഗ്രസ് വേദിയിലെത്തും. കോട്ടയത്ത് നടക്കുന്ന KPCC സംസ്കാര സാഹിതി പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കും. പ്രേംകുമാർ പങ്കെടുക്കില്ലെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. എനിക്ക് തോന്നുന്നില്ല. പ്രേമനെ എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പ്രേമനുമായിട്ട് ബന്ധപ്പെട്ട്. പ്രേമൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ മാറി വേറൊരാൾ ഉത്തരവാദിത്തത്തിൽ വന്ന് അത് പ്രേമനോട് വേണ്ട രൂപത്തിലുള്ള ആശയവിനിമയം നടത്തിയില്ല എന്നുള്ളതാണ് പ്രേമൻ്റെ അഭിപ്രായം. പ്രേമ ആ അഭിപ്രായം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പ്രേമ അങ്ങനെ പോകുന്നതിന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചെയ്യുന്നു. ടോബി, വി ശിവൻകുട്ടിയുടെ വിശ്വാസം പ്രേംകുമാർ കാത്തുരക്ഷിക്കുമോ അതോ KPCCയുടെ സംസ്കാര സാഹിത്യയുടെ വേദിയിൽ ഈ പറഞ്ഞ എല്ലാ അനുനയ നീക്കങ്ങൾക്കപ്പുറം കടകംപള്ളി സുരേന്ദ്രനൊക്കെ രാഖി രാമാനം ഓടി പ്രേംകുമാറിന്റെ വീട്ടിലേക്ക് എത്തി അടച്ചിട്ടും അവിടെ കാത്തുനിന്ന് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം CPM പ്രേംകുമാറിനെ വിടാതിരിക്കാൻ ശ്രമിച്ചതാണ്. ടോബി, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അശ്മി, അങ്ങനെ പറയുമ്പോഴും പ്രേംകുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പരിപാടി നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്തതാണ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരമാണ് പരിപാടി കോട്ടയം നാഗമ്പടത്ത് ഈ സംസ്കാര സാഹിതിയുടെ ഉത്സവ് 2026 എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. അതിൽ പങ്കെടുക്കും. നേരത്തെ തന്നെ അതിന് അനുമതി നൽകിയതാണ്. ഇത് കലാകാരന്മാരുടെ ഒരു പരിപാടിയാണ്. നമുക്കറിയാൻ സാധിച്ചത് ഈ അമർച്ച നാടകവും അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമും ഈ രണ്ട് വിഭാഗങ്ങളിൽ നടത്തിയ മത്സരത്തിൽ സമ്മാനം നൽകുന്നതിന് വേണ്ടിയാണ് പ്രേംകുമാറിനെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആ വേദിയിൽ KC വേണുഗോപാൽ അടക്കമുള്ളവർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ KPCCയുടെ നേരിട്ട് നടത്തുന്ന പരിപാടി കൂടിയാണ്. ഇതിനോടകം തന്നെ നിരവധി നേതാക്കളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വേദിയിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ പ്രേംകുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തോട് തന്നെ സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ വേദിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. അതിനുള്ള കാരണം നേരത്തെ തീരുമാനിച്ചതാണെന്ന് പറയുമ്പോൾ പോലും ആ അകലിച്ച സർക്കാരും CPM-ഉമായിട്ടുള്ള അകലിച്ച അത് കൂടുതലായി തന്നെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. K സച്ചിദാനന്ദനുമായി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്താതെ ഈ പ്രേംകുമാർ നടത്തിയ ചില പ്രതികരണങ്ങൾ, ആശാവർക്കറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതികരണത്തിൽ സർക്കാർ ഇത്രത്തോളം രൂക്ഷ വിമർശനം തനിക്ക് കേൾക്കേണ്ടി വരുന്നു. ഒന്ന്, ഒരു യാത്രയപ്പിന് പോലുമുള്ള അവസരമില്ലാതെയാണ് തന്നെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുന്നതെന്നടക്കമുള്ള പരിഭവം പ്രേംകുമാറിനുണ്ട്. അപ്പോൾ അത്രത്തോളം ആ വിള്ളൽ രൂക്ഷമായിരിക്കുന്നു. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.